രാജ്യപുരോഗതിക്കായുള്ള കേന്ദ്ര സർക്കാരിന്റെ ദീർഘവീക്ഷണമുള്ള പദ്ധതികളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും വോട്ടർമാരെ ബി.ജെ.പിയോട് കൂടുതൽ അടുപ്പിക്കുന്നത്. സ്ത്രീ ശാക്തീകരണ പദ്ധതികളിലടക്കം വ്യക്തമായ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വലിയ സ്വീകാര്യതയാണ് വോട്ടർമാർ നൽകുന്നത്. കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കി ജനം ടിവിക്കൊപ്പം ചേരുകയാണ് കൊച്ചി മരട് മുനിസിപ്പാലിറ്റിയിലെ NDA സ്ഥാനാർത്ഥികൾ. ജിജീഷ് കരുണാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മരടിൽ ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്ത് ഇറക്കിക്കൊണ്ട് BJP കളം ഉറപ്പിച്ചിരിക്കുകയാണ്. അതിശക്തമായ ഒരു പ്രചാരണം നടത്തുന്നു. ജനകീയ വിഷയങ്ങൾ ഉയർത്തി തന്നെയാണ് പാർട്ടി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. മരടിനെ സംബന്ധിച്ചിടത്തോളം വികസനവുമായി ബന്ധപ്പെട്ട വികസനം, മുരടിപ്പടക്കമുള്ള നിരവധി വിഷയങ്ങളുണ്ട്. പല ഘട്ടങ്ങളിലും ഉയർന്നു വന്നത് തന്നെയാണ് അത്തരത്തിലുള്ള വിഷയങ്ങൾ. അതുതന്നെയാണ് NDAയുടെ സ്ഥാനാർത്ഥികൾ പ്രധാനമായും വോട്ടർമാർക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്യുന്നത്. ഇപ്പോൾ പ്രദീപ് കുമാർ, അദ്ദേഹം NDAയുടെ മരടിലെ സ്ഥാനാർത്ഥിയാണ്. പല വിഷയങ്ങളുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഒപ്പം തന്നെ പൊതുവായി ഉയർന്നു വന്ന പ്രശ്നങ്ങളുമുണ്ട്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? സാധാരണ ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമായിട്ട് മാത്രമായിട്ടുള്ളൊരു ഫൈറ്റിംഗ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ മൊത്തത്തിൽ ത്രികോണ മത്സരം തന്നെ ആയിട്ടുണ്ട്. കാരണം BJP അത്ര ശക്തമായിട്ട് രീതിയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നരേന്ദ്രമോദി ഇന്ത്യക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഒരുപാട് നല്ല കാര്യങ്ങൾ നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് ജനങ്ങളിലേക്ക് എത്തപ്പെടുന്നില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ നിരുത്തരവാദമായ കാര്യങ്ങൾ കാരണം അത് ഞങ്ങളായിട്ടത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള തീവ്രമായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇത്തരത്തിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനകീയ പദ്ധതികൾ അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ക്രെഡിറ്റ് മുഴുവൻ കേന്ദ്ര സർക്കാരിലേക്ക് പോകുമോ എന്ന ഭയം തന്നെയാണ് ഇടത് വലത് മുന്നണികൾ ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം തന്നെ അത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് പിന്നോട്ടടിക്കുന്നത്. കേരള സർക്കാർ അത്തരം പദ്ധതികൾക്ക് തയ്യാറാകാത്തതും അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. മോഹൻജി മറ്റൊരു വാർഡിലെ മരടിലെ സ്ഥാനാർത്ഥിയാണ്. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം? ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തന്നെ ഇവിടെ വളർത്തുകാട് ദ്വീപിലേക്കുള്ളൊരു പാലം ഇങ്ങനെ പണി പൂർത്തിയാവാതെ ഏതൊരു നവംബർ 1 തുടങ്ങി വെച്ചതാണ്. അത് മുൻപുണ്ടായിരുന്ന സർക്കാർ തുടങ്ങി വെച്ച, പക്ഷേ ഇന്നും ഇത് മരടിൻ്റെ തീരാദുഃഖമായിട്ട് അവശേഷിക്കും. കറപുരളാത്ത ഒരു സേവന ബന്ധാവ്, തികച്ചും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സേവന ബന്ധാവ് മോഡിജി അവിടെ നടപ്പാക്കില്ലെന്ന് പോകുന്ന പോലെ തന്നെ ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി അതിനോടൊപ്പം സഹകരിച്ച് നിൽക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മത്സരിക്കാൻ ഇറങ്ങി. ഇത്തരത്തിൽ തന്നെ സ്ത്രീ ശാക്തീകരണത്തിന് പ്രാമുഖ്യം നൽകുക, സ്ത്രീകളെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരിക, അവരുടെ വരുമാന മാർഗമടക്കം വർദ്ധിപ്പിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾ മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ പ്രത്യേകമായി തന്നെ പഠനങ്ങളും നിരന്തര പ്രവർത്തനങ്ങളും എല്ലാം തന്നെ നടത്തുന്ന ഡോക്ടർ ബിന്ദു സത്യത്ത് ആണ് നമ്മളോടൊപ്പം ഉള്ളത്. NDAയുടെ സ്ഥാനാർത്ഥി തന്നെയാണ്. ഇത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്തിറക്കുന്നത്. എന്താണ് പ്രധാനമായും ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നമുക്ക്? സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ കാണുന്നത് സാമ്പത്തികമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയി എന്നാണ് എൻ്റെ ഒരു ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് ഞാൻ കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും ഒത്തിരി സ്ത്രീകളെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ഫാമിലിയിലും അതിൻ്റെ ഉയർച്ച വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മരടിലും സ്ത്രീകൾക്ക് സാമ്പത്തിക ഭദ്രത എത്തിക്കാനായിട്ടാണ് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ലക്ഷ്യം. അതും നരേന്ദ്രമോദിജിയുടെ പല പദ്ധതികളുണ്ട്. അതുപയോഗിച്ച് തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസും അവർക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കിയെടുക്കുക. വേറെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവരുടെ ന്യൂട്രീഷൻ വാല്യൂ. പിന്നെ എനിക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം സോളാർ സ്ട്രീറ്റ് ലൈറ്റ്സ്. അത് ഓരോ വീടുകളിലുമായിട്ട് പ്രൈവറ്റ് ഇതുമായിട്ട് നമ്മൾ കൂട്ടിച്ചേർന്ന് ചെയ്യാൻ പറ്റിയാൽ അതൊരു 100 ഡേയ്സിനുള്ളിൽ ഒരു 30 സോളാർ സ്ട്രീറ്റ് ലൈറ്റ്സ് സ്ഥാപിക്കാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇത്തരത്തിൽ കൃത്യമായ ഒരു വികസന ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ കാഴ്ചയും എല്ലാം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരം ആളുകൾ തന്നെയാണ് ജനപ്രതിനിധികളായി മുന്നോട്ട് വരേണ്ടത്. മറ്റൊരു വാർഡിലെ അനില നേരത്തെ NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്. ആ ഒരു പരിചയസമ്പത്തുമായിട്ട് തന്നെയാണ് ഒരിക്കൽ കൂടി രംഗത്ത് വരുന്നത്. എങ്ങനെയാണ് ആ ഒരു വാർഡിനെ കാണുന്നത്, വിജയ സാധ്യതകളെല്ലാം? ഞാൻ ഈ തവണ മത്സരിക്കുന്നത് 19ാം ഡിവിഷനിലാണ്. എല്ലാവരും നമ്മൾക്ക് വേണ്ടി കാത്തു നൽകുന്നു. എല്ലാവരും ഞങ്ങളെത്താത്തതിനു എന്താണ് NDA സ്ഥാനാർത്ഥി വീട്ടിൽ വരാത്തത് എന്താണെന്ന് വരും ചോദിച്ച കുറേ വ്യക്തികളുണ്ട്. അത് അപ്പോൾ നമുക്ക് അത് ഒരു വിജയത്തിലേക്കുള്ളൊരു ഇതായിട്ട് തോന്നുന്നു. ഇത്തരത്തിൽ അതായത് NDA സ്ഥാനാർത്ഥികളെ പ്രതീക്ഷിച്ചുകൊണ്ട് വോട്ടർമാർ നിൽക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇടത് വലത് മുന്നണികൾ കാര്യങ്ങൾ നിയന്ത്രിച്ചെടുത്ത് നിന്ന് NDA പ്രതീക്ഷയോടെ ജനം നോക്കുന്നു. NDA സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള തയ്യാറെടുപ്പ് അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തിൽ തന്നെ അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്ന് തന്നെയാണ് പ്രചാരണ രംഗത്ത് നിന്നുള്ള സ്ഥാനാർത്ഥികളുടെ ഒരേ സ്വരത്തിലുള്ള പ്രതികരണങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ക്യാമറമാൻ സുശോഭിനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.